എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അയ്യോ അമ്മേ, ഞാൻ പരാതി പറയാനൊന്നും വന്നതല്ല. പറയാനാണെങ്കിൽ പരാതി മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ അവസരത്തില് പരാതി പറഞ്ഞ് നിങ്ങളെയൊക്കെ ശല്യപ്പെടുത്തുന്നത് മര്യാദയല്ലല്ലോ. ആ ഭാഗത്തിരിയൊക്കെ എനിക്കുണ്ടമ്മേ. എനിക്ക് യാതൊരു പരാതിയില്ല. സന്തോഷം. മൂത്ത മോളെ പരാതിയൊന്നും കൂടാതെ ഒരു നേരെങ്കിലും കാണാൻ പറ്റിയല്ലോ. മഹാഭാഗ്യം. എന്നാലും വിനോദയാത്ര പോയപ്പോ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ 2ാം തവണയും താലി കെട്ടിയെന്ന് അറിഞ്ഞു. ആ ചടങ്ങ് കാണാൻ എനിക്ക് മാത്രം ഭാഗ്യം ഉണ്ടായില്ലമ്മേ. അച്ഛൻ വെച്ച് ഈ താലി അമ്മയുടെ കഴുത്തിൽ കെട്ടിമുറുക്കേണ്ടത് മൂത്ത മോളായ ഞാനല്ലായിരുന്നു അമ്മേ. പരാതി അല്ല അമ്മേ, എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്ന സങ്കടം കൊണ്ട് പറഞ്ഞതാ ഞാൻ. എന്തിനാ അമ്മ എന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? എന്നെ തവണ കൊടുത്ത് വാങ്ങിച്ചതാണോ? എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് നിന്റെ അച്ഛനും തീരെ ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അത്. മക്കളുടെയും മരുമക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞങ്ങൾ അതിന് തയ്യാറായത്. അത് വർഷമോളുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നടി. താലികെട്ട് നടന്ന് വൈകുന്നേരം കേക്ക് മുറിക്കുന്നത് വരെ കാത്തിരിക്കും എന്റെ കുഞ്ഞിന് ക്ഷമയുണ്ടായിരുന്നില്ല. അതിനു മുമ്പ് അവള് നമ്മളെ വിട്ട് പോയി കളഞ്ഞില്ല. അമ്മ കരയാതെ, എല്ലാം വിധിയാ. അല്ല, അമ്മ എന്തിനാ ഈ ഉടുത്ത സാരി ഇങ്ങനെ മാറാതിരിക്കുന്നേ? അമ്മ സാരി മാറ്റിയേ. അമ്മക്ക് ഈ സാരി ഒട്ടും ചേരത്തില്ല. വേണ്ട, സാരിയൊന്നും മാറ്റണ്ട. മാറ്റണം അമ്മ. അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ അമ്മേ?